എന്തുകൊണ്ടാണ് പവർ ലൈനുകളിൽ ഇരിക്കുന്ന പക്ഷികൾക്ക് ഷോക്ക് ഏൽക്കാത്തത്? നിങ്ങൾ എല്ലാവരും തന്നെ ഹൈ വോൾട്ടേജ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പവർ ലൈനുകളിൽ പക്ഷികൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇത്രയും ഹൈ വോൾട്ടേജിൽ കറണ്ട് പോകുന്ന പവർ ലൈനുകളിൽ ഇരിക്കുന്ന പക്ഷികൾക്ക് ഇലക്ട്രിക് ഷോക്ക് എന്തുകൊണ്ടാണ് ഏൽക്കാത്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ട്രാൻസ്മിഷൻ പവർ ലൈൻ എത്ര അപകടകാരിയാണെന്നുള്ളത്. 1000 വോൾട്ട് ഇലക്ട്രിസിറ്റി ഈ ലൈനുകളിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ വയറുകൾക്ക് ഒരു തരത്തിലുള്ള ഇൻസുലേഷനും ഇല്ല. എന്നിട്ടും പക്ഷികൾ ഒരു കുഴപ്പവും കൂടാതെ ഈ പവർ ലൈനുകളിൽ ഇരിക്കുന്നു. അവർക്ക് ഒരു ഷോക്കും ഏൽക്കുന്നതുമില്ല. എന്താകും ഇതിന് കാരണം? ഇതറിയുന്നതിന് നമ്മൾ ആദ്യം ഇലക്ട്രിക് ഷോക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് ഭൂമിയിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത്. ഇത് സംഭവിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലമാണ്. നമ്മുടെ ശരീരത്തിനും ഇലക്ട്രിസിറ്റി സോഴ്സിനും ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഷോക്ക് ഏൽക്കുകയുള്ളൂ. ഇലക്ട്രിസിറ്റി ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിലേക്ക് ഫ്ലോ ചെയ്യുന്നതിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിനെ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ രണ്ട് തരത്തിലുള്ള കണ്ടെയ്നറുകളും രണ്ടിലും തുല്യ അളവിൽ വെള്ളവും നിറച്ചിട്ടുണ്ട്. രണ്ടും ഒരേ പ്രതലത്തിൽ ഒരേ നിരപ്പിൽ വെച്ചിട്ടുള്ളതുമാണ്. ഇവിടെ ഈ രണ്ട് കണ്ടെയ്നറുകളുടെയും ഇടയിൽ ഒരു പൈപ്പ് ബന്ധിപ്പിച്ചാൽ ഇവയ്ക്കിടയിൽ വെള്ളത്തിന്റെ ഫ്ലോ ഉണ്ടാകുമോ? ഇല്ല. കാരണം ഈ രണ്ട് കണ്ടെയ്നേഴ്സിനും ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ഇവിടെ വെള്ളം ഒഴുകാൻ വേണ്ടി ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനെ കുറച്ച് പൊക്കത്ത് സ്ഥാപിക്കുകയോ വേണം. അപ്പോഴേ ഒരു ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടാവുകയും ലോവർ പൊട്ടൻഷ്യലിലേക്ക് വെള്ളം ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും. ഇതേ കോൺസെപ്റ്റ് ആണ് കറണ്ട് ഫ്ലോവിനെയും ബാധിക്കുന്നത്. ഇവിടെ വെള്ളമാണെങ്കിൽ അവിടെ വോൾട്ടേജ് ആകുന്നു. നമ്മൾ ഭൂമിയുമായി ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഇലക്ട്രിസിറ്റി കടന്ന് ലോ വോൾട്ടേജ് ഉള്ള ഭൂമിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത്. ഇനി നമുക്ക് പക്ഷികൾക്ക് ഷോക്ക് എന്താണ് ഏൽക്കാത്തത് എന്ന് ഈസിയായി മനസ്സിലാക്കാം. ഏതെങ്കിലും ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ വയറിൽ പക്ഷികൾ ഇരിക്കുന്നത് മൂലം ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസും ഉണ്ടാകുന്നില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നില്ല എങ്കിൽ പക്ഷികളുടെ ശരീരത്തിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്ത് ഷോക്ക് ഏൽക്കാൻ സാധ്യത ഉണ്ടാകുന്നതുമില്ല. ഇതുകൊണ്ടാണ് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ വയറിൽ ഇരിക്കുന്ന പക്ഷികൾക്ക് ഷോക്ക് ഏൽക്കാത്തത്. എന്നാൽ പക്ഷികൾക്ക് ചില അവസരങ്ങളിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത് ഷോക്ക് ഏൽക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ വയറുകളിൽ പല ബേസുകളിലേക്കും പല പല വയറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വയറുകളിൽ പല വോൾട്ടിലുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വയറിൽ ഇരിക്കുന്ന പക്ഷി വേറെ ഏതെങ്കിലും ഒരു വയറിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജ് എൻഡിലേക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്ത് പക്ഷികൾക്ക് ഷോക്ക് ഏൽക്കുന്നതായിരിക്കും. ഇതുകൂടാതെ വയറിലിരുന്നു കൊണ്ട് പോളിൽ ടച്ച് ചെയ്യുന്ന പക്ഷികൾക്കും ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ പോൾ ലോ വോൾട്ടേജ് എൻഡിലുള്ള ഭൂമിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുവഴി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും ഇലക്ട്രിസിറ്റി പക്ഷിയുടെ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്ത് ഭൂമിയിലെത്തുകയും പക്ഷിക്ക് ഷോക്ക് ഏൽക്കുകയും ചെയ്യുന്നു. ഇതുമൂലമാണ് ചില പക്ഷികൾ ഇലക്ട്രിക് ലൈനിൽ സുഖമായി ഇരിക്കുന്നതും ചില പക്ഷികൾ ഷോക്ക് ഏറ്റ് മരണപ്പെടുന്നതും. ഇലക്ട്രിക് പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഭൂമിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതെ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ പൊട്ടൻഷ്യൽ എനർജി തത്വം കണക്കിലെടുത്താണ്. അതുകൊണ്ട് ഇനി മുതൽ ആരെങ്കിലും ഇലക്ട്രിക് ലൈനുകളിൽ ഇരിക്കുന്ന പക്ഷികൾക്ക് എന്താണ് ഷോക്ക് ഏൽക്കാത്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി മറുപടി നൽകുകയും അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യണം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ ശ്രമിക്കുക.